ഹലോ കൂട്ടുകാരെ, ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം മാമ്പഴത്തിന്റെ കാലമാണല്ലോ. അപ്പം നല്ല പഴുത്ത മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 മാങ്ങ തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. മൺചട്ടിയിലേക്ക് മാങ്ങ ഇട്ടിട്ട് ഒരു പച്ചമുളക്, ഇത്തിരി കരിവേപ്പില, പാകത്തിന് ഉപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നെയ്യും കൂടി ഒഴിച്ച് അത് വേകാൻ വെക്കണം. ഇനി തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഇത്തിരി ജീരകം, പച്ചമുളക് നല്ലപോലെ അരച്ചെടുക്കണം. ചട്ടിയിൽ വേകാൻ വെച്ച മാങ്ങ നല്ലപോലെ വെന്ത് തിളച്ച് അതിലേക്ക് ഞാൻ 2 സ്പൂൺ ശർക്കര നീരും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങയ്ക്ക് നേരിയ പുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാകത്തിന് വേണ്ടി ഞാൻ ശർക്കര നീരും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇതാക്കി തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും അരച്ച് വെച്ച തേങ്ങ നല്ലപോലെ അരച്ചത് ചേർത്ത് വീണ്ടും തിളപ്പിക്കണം. തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും 1 കപ്പ് തൈര്, പുളി അധികം ഇല്ലാത്ത തൈരും കൂടി ഞാൻ ചേർക്കും. മധുരമൊക്കെ ക്രമീകരിക്കാനായിട്ട് പുളി, അത് നല്ലപോലെ തിളച്ച്, തൈരിട്ട് കഴിഞ്ഞാൽ അധികം തിളയ്ക്കണ്ട, ഇത്തിരി ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യും. ഇത് താളിക്കാനായിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ 2 സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലും താളിക്കാം. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുകിടും. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കരിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ കടുക് വറുത്തത് അതിലേക്ക് ചേർക്കും. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാമ്പഴക്കാലമാണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നേരിയ മധുരവും പുളിയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ല രസമുണ്ട്.